ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചമാങ്ങ മോരുകറിയാണ്. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ മോരുകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പളവിൽ ചിരകിയ തേങ്ങയും കൂടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഒരു അരക്കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 7 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് ചേർക്കരുത്. ഇനി നമുക്ക് ചതച്ച ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയത്തിനും ലോറ്റും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊന്നും മാറണമെന്ന് ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിയാകും. ഇപ്പം നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കൂടി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില ചേർക്കണമെന്നുള്ളവർക്ക് മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ഇനി 2 പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വറ്റൽ മുളകൊന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നമ്മുടെ തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളക്കാൻ വേണ്ടി പാടില്ല. തിളക്കാതെ ഒന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് തിളക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അരക്കപ്പളവിൽ തൈര് കൂടിയാണ്. അധികം പുളിപ്പുള്ള തൈര് എടുക്കരുത്. കാരണം നമ്മളുടെ മാങ്ങയ്ക്ക് ഇച്ചിരി പുളിപ്പുണ്ടാകും. അതിൻ്റെ പേരിൽ നല്ല പുളിയായിട്ടുള്ള തൈര് എടുക്കരുത്. ചെറിയ പുളിയുള്ള തൈര് മതിയാകും. തൈരും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. തിളപ്പിക്കരുത്. നമ്മുടെ മോരുകറിക്ക് ചെറിയൊരു മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് താളിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ നല്ല രുചികരമായിട്ടുള്ള പച്ചമാങ്ങ മോരുകറി റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു മോരുകറി മാത്രം മതിയാകും. വേറെയൊന്നും പ്രത്യേകിച്ച് സൈഡായിട്ട് ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.